മാറിക്കേ, അതൊക്കെ ഇനി ഞാൻ ചെയ്യാം. ഉമ്മനി കുറച്ചേരം വിശ്രമിക്കേ. ഉമ്മാന്റെ കുട്ടി അടുക്കളയില് പണിയും പാത്രം കഴുകലും ഒക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. നമ്മളെ വിധി ഇങ്ങനെയൊക്കെ ആവുന്ന കരുതിയോ? എന്റെ കാക്കാന്റെ ഭാര്യ വീട്ടില് വേലക്കാരത്തിയുള്ള പോലെ കഴിയേണ്ടി വരുമെന്ന് ആരെങ്കിലും കരുതിയ മോളെ? ഉമ്മനി അത് ഇതോർത്ത് ഇപ്പൊ തുടങ്ങും കരയാൻ. ഒന്ന് സമാധാനായിരിക്കും ഉമ്മ. ജാബിറാക്കയോ സിദ്ദിഖാക്കയോ ഒന്ന് പച്ച പിടിച്ച് കിട്ടിയ ഈ ദുരിതത്തിന്ന് നമുക്കൊന്ന് കരകയറായിരുന്നു. ജാബിർ ഓൻ MBA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു ഏർപ്പാട് ഓനായി കാണണ്ടേ? സിദ്ദിഖ് ഗൾഫിലൊന്ന് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട ഞമ്മക്കൊന്ന് കര കയറായിരുന്നു. ഉമ്മ, എന്താ മുരളിയേട്ടൻ വരുന്നുണ്ട്. സിദ്ദിഖാക്കന്റെ എന്തെങ്കിലും വിവരം കാണും. ഉമ്മ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ആകെ ക്ഷീണിച്ചല്ലോ. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു വരും. ഈ കഷ്ടപ്പാടൊക്കെ തീരും. ഉമ്മ, ഇത് സിദ്ദീഖ് ഗൾഫിൽ നിന്ന് അയച്ചു തന്ന് 5000 രൂപയുണ്ട്. ഉമ്മാന്റെ അസുഖങ്ങൾക്കും മറ്റും മരുന്ന് വാങ്ങാനുള്ളതാണ്. എന്താ, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ലേ? ജാബിറിന്റെ ഭാര്യകളും ഉമ്മയും ബാപ്പയും എല്ലാം കോഴിക്കോട് ഒരു കുടുംബ വീട്ടിൽ പോയതാണ്. ജാബിർ ബാംഗ്ലൂര് മൈസൂര് എന്നൊക്കെ പറഞ്ഞ് ഓരോ ബിസിനസ്സുമായിട്ട് നടക്കുകയാണ്. ഓന്റെ അമ്മോശൻ കാക്കാനോട് കുറച്ച് പൈസ ബിസിനസിന് വേണ്ടി വാങ്ങിയും കണ്ട് ബിസിനസ് ഒന്നും ഒരു കുരുത്തായില്ല. ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് അമ്മോശൻ കാക്കയും മരുമോനും കൂടെ വഴക്കൂടി നിൽക്കുക. ഇതെല്ലാം കണ്ടും കേട്ടും മാനം കെട്ടി ജീവിക്കാനാ നമ്മളെ വിധി. എല്ലാത്തിനും ഒരു പരിഹാരം കാണും. നജില, നീ വേണം ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കാൻ. എന്നാ ഞാൻ പോ. ഞങ്ങളെ കാക്ക ആ 3 പേരുണ്ടല്ലോ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നത്. എന്താ മുരളിയെ, അനക്ക് വല്ല ലോട്ടറി അടിച്ചോ? അതൊന്നുമല്ല കാര്യം. നമ്മുടെ സിദ്ദീഖ് വരുന്നു. അതെയോ? നാളെ കാലത്ത് 10 മണിക്ക് കരിപ്പൂരി ലാൻഡ് ചെയ്യും. 3 വർഷത്തിന് ശേഷം നമ്മളെ പ്രിയ ചെക്കായിട്ട് ഒന്ന് കാണാൻ പറ്റുമല്ലോ. ഓൻ പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞു എന്നല്ലാതെ കാര്യമായിട്ടുള്ള മെച്ചൊന്നും ഓനുണ്ടായിട്ടില്ലല്ലോ. ഇനി അവനെ പറഞ്ഞേക്കണ പ്രശ്നമില്ല. ദുബായ് കത്ത് പാട്ടില് എസ് എ ജമീല് പറഞ്ഞ പോലെ ഒരു പായ് വിരിച്ച് ഒന്നിച്ച് കിടക്കാലോ. എടാ, അത് ഭാര്യ ഭർത്താവിന് എഴുതിയ കത്തിലെ വരികൾ മൂപ്പര് പാട്ടിലൂടെ പറഞ്ഞതാ. അതൊക്കെ കേട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നാല് മാറാനെ ചങ്ക കിട്ടും. എങ്ങനെ ചങ്കി മാറാനും കയറും? ഒരു തമാശക്കാരൻ വന്നേക്കുന്നു. 3 കൊല്ലം ഇതാന്ന് പറഞ്ഞ കഴിഞ്ഞു. അളിയൻ കാര്യമായിട്ട് വല്ലതും ഉണ്ടാക്കിയോ? ഞങ്ങൾക്കൊന്നും വേണമെന്നില്ല. ഞങ്ങളെ പെങ്ങള് അളിയന്റെ അടുത്ത് സുഖമായിട്ട് കണ്ടാ മതി. ഒരു വീടിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ടാവുമല്ലേ? 3 വർഷം കൊണ്ട് അതൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ എല്ലാ ഗൾഫുകാർക്കും നടക്കുന്ന കാര്യമല്ല. ഒക്കെ ശരിയാവും. നിങ്ങളെ പെങ്ങളെ എന്തായാലും ഞാൻ വഴിയാതാരാക്കൂല. ഓൾ ആഗ്രഹിച്ച പോലെ ഒക്കെ നടക്കും. അല്ല, അത് മതി. ഓളെ നന്നായി നോക്കിയാൽ മതി. എന്റെ റംലീനും കല്യാണത്തിന് കൂടുതൽ ആരെയും വിളിക്കാനോ ക്ഷണിക്കാനോ പറ്റില്ല. ഈ ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പിച്ച് കുറെ ആളുകളൊക്കെ വിളിച്ച് ഒരു ചടങ്ങ് നടത്തണം. എന്തോ ശബ്ദം കേട്ടത്? തോന്നിയതായിരിക്കും. വീണ്ടും കേട്ടല്ലോ. എന്റെ പിന്നാലെ ജൈനുവിനോടെത്തിയോ? ഭർത്താവേ, ഇവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഭർത്താവേ, അടുത്ത കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ നാട്ടിലെ മനുഷ്യരെ പറ്റി നടക്കുന്ന 2 വൃത്തികെട്ട കല്യാണ ബ്രോക്കർമാർ ഇതുവഴി വന്നോ? ഇവന്മാർ ഇവനെ പറഞ്ഞു കൊടുത്ത അടിച്ച് നമ്പർ ആക്കൂ. വേണോ? പ്രശ്നമാവോ? പേര് നമുക്കൊരു സർബത്ത് ചോദിച്ചതിന് മറുപടി പറയടാ. കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ എന്നെ തട്ടുവോ?
കാര്യം ചോദിക്കുമ്പോ കണ്ണിറക്കി കാണിക്കായി അല്ലെ കണ്ണിയാ കുത്തി പഠിച്ചു കള്ളന്മാരാണ് പന്നി എവിടെ തോളിച്ചിരിക്കോ പടച്ചറപ്പ എന്നാ പറഞ്ഞു ഇവിടെ കിടക്കട്ടെ. എവിടെ പോയി ഒളിച്ചാലോടെ പെരിച്ചയാളെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും അന്ന് ഞാൻ കണ്ടാക്കുങ്ങളെ. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു വിവാഹ വാർഷികമല്ല, മറിച്ച് ഒരു വിവാഹമാണ്. ഇങ്ങോട്ട് നിൽക്കവിടെ, ഇങ്ങോട്ട് പാടാ. ഇവരുടെ രണ്ടുപേരുടെയും വിവാഹമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇവനെന്താ ഈ പറയണത്? ഇവന്റെ പെണ്ണുങ്ങൾ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കേ? ഇവനെന്താ ഭ്രാന്തുണ്ടോ? അതും മാറ്റിൽ മാത്തപ്പെട്ടവനാ. ഞങ്ങളെ പെങ്ങളെ അനക്ക് മാത്രമാണ് വിവാഹം ചെയ്തിട്ട്, അല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ വിവാഹം ചെയ്യാനുള്ള അധികാരം അനക്ക് തന്നിട്ടില്ലടാ പുല്ല. സിദ്ദിഖിനെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇയാൾ എന്റെ പടച്ചവനാണ്, നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? എല്ലാം ഞാൻ പറയാം. സ്നേഹം കൊണ്ടൊരു മഹർമാല, സ്നേഹത്തിൻ വാടാമലർമാല, സ്നേഹം കൊണ്ടൊരു മഹർമാല, സ്നേഹത്തിൻ വാടാമലർമാല, നൽകി കൽവിനുള്ളിൽ നിന്നും ഉൾകി ഇഷ്കിൻ ബഹറിൽ നിന്നും, നൽകി കൽവിനുള്ളിൽ നിന്നും ഉൾകി ഇഷ്കിൻ ബഹറിൽ നിന്നും. മുരളിയേട്ടാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പല കല്യാണാലോചനകളും വരുന്നുണ്ട്. പണ്ടവും പണം ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും നടക്കാതെ പോകുന്നത്. മുരളിയേട്ടനല്ലാതെ എന്നെ മറ്റൊരാൾ വിവാഹം കഴിച്ചാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെ ഞാനല്ലാതെ മറ്റാരും വിവാഹം കഴിക്കില്ല. എന്റെ സുഹൃത്ത് സിദ്ദീഖിൽ, അവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കും. മുരളിയേട്ടൻ എന്താണ് ഈ പറയണത്? നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെ മുരളിയേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അനുസരിച്ചു. എന്റെയും സിദ്ദിഖിന്റെയും ആദ്യ രാത്രിയിൽ എന്താകുമെന്നുള്ള ഭയത്തോടെ ഞാൻ അകത്തേക്ക് കയറി ചെന്നു. എന്നെ തുടരുത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അയാളല്ലാതെ മറ്റൊരാൾ എന്നെ തൊട്ടാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ റംല നീ പറയണത്? നീ ആരെയാണ് സ്നേഹിക്കുന്നത്? നിങ്ങളെ സുഹൃത്തില്ല മുരളി, അദ്ദേഹത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നേരാണോ നീ പറയണത്? എങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. അങ്ങനെ സിദ്ദീഖിന്റെ നല്ല മനസ്സ് ഞങ്ങളുടെ സ്നേഹബന്ധം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ രക്ഷയും ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ലക്ഷ്യമാക്കി അദ്ദേഹം ഗൾഫിലേക്ക് യാത്രയായി. എന്നിട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണിത്. നിങ്ങൾക്കറിയോ, എനിക്ക് ഗൾഫിൽ പോകാനുള്ള പണം നിങ്ങൾ എനിക്ക് ശ്രീധനം തന്നാണെന്ന് പറഞ്ഞ് മുരളി അവന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് എനിക്ക് പണം തന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? അവൻ സ്നേഹിച്ച റംലയെ
അവന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ സുഹൃത്തായ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അന്ന് മറ്റൊരാളാണ് റംലയെ കെട്ടിയിരുന്നെങ്കിൽ റംലയെ മുരളിക്ക് നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ നഷ്ടമാകുമായിരുന്നു. കാരണം അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അത് ഞാൻ തടഞ്ഞു. സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. സ്നേഹം എന്ന 3 അക്ഷരം എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞാൽ പോരാ. അതിന്റെ മഹത്വം എന്താണെന്ന് അറിയണം, അടിസ്ഥാനം എന്തെന്നറിയണം, അതിൽ പവിത്രത വേണം. എല്ലാം അറിഞ്ഞ് സ്നേഹിച്ചാലേ യഥാർത്ഥ സ്നേഹമാവും. മനസ്സിൽ വിരിയുന്ന മലരാണ് സ്നേഹം. കാരുണ്യം, ദയ, സാന്ത്വനം ഇവയെല്ലാം മനുഷ്യനെ ഉണ്ടാവും, മൃഗങ്ങൾക്കുണ്ടാവില്ല. സ്നേഹത്തിന് മുന്നിൽ ജാതിയും മതവുമില്ല. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ രക്തപ്പുഴകൾ ഒഴുക്കിയിട്ടുണ്ട്. അന്നൊക്കെ നഷ്ടപ്പെട്ടത് ഒരുപാട് പേർക്ക് അച്ഛനമ്മമാരെയും മക്കളെയുമാണ്. ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കഴിയില്ല. ഉണ്ടാക്കാൻ കഴിവില്ലാത്തതൊന്നും തകർക്കാനുള്ള അവകാശം നമുക്കില്ല. ഇനി ഒരിക്കലും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് രക്തപ്പുഴ ഒഴുക്കരുത്. ജാതി രണ്ടേ ഉള്ളൂ, ഒന്ന് പെണ്ണും മറ്റൊന്നാണും. മതങ്ങൾ മനുഷ്യർ ഉണ്ടാക്കിയതാണ്. ദൈവം അഥവാ പടച്ചവൻ അത് ഒന്നേ ഉള്ളൂ. പലരും അതിനെ പല വിധത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഈ നിൽക്കുന്ന ഇല്ലാസും സുക്കൂറുമാണ്. കാരണങ്ങളില്ലാതെ അവരുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രായപൂർത്തിയായ പെങ്ങൾ വീട്ടിലുണ്ടെന്ന് അറിയാതെ ഞങ്ങൾ സ്നേഹിച്ചു പോയി. ഞങ്ങൾക്കിനി പിരിയാൻ കഴിയില്ല. തെറ്റാണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങളോട് പൊറുക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. മുരളി, എഴുന്നേക്കടാ. നിങ്ങളൊന്നും മനസ്സിലാക്കണം. സ്നേഹമാണ് ഏറ്റവും വലുത്. അതാണ് ഈ ദുനിയാവിൽ ഇല്ലാതെ പോയത്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്നേഹത്തിന് മുൻപിൽ താരതമ്യം ചെയ്യാൻ മറ്റൊന്നിനെ കൊണ്ടും കഴിയില്ല. അതിന് സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ. വാ. സീന, സീന. അല്ല, ധാരാ വന്നിരിക്കുന്നേ. ഇങ്ങോട്ട് നോക്കിക്കേ സീന. എന്തേ പോന്ന് അറങ്ങട വെളിയില് എന്താണ് വിചാരിച്ചത്? എനിക്ക് എന്റെ ഭാര്യയും മോളെ കാണണം. എന്താ നിങ്ങക്ക് വേണ്ടത്? മര്യാദക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നല്ലത്. നിങ്ങൾ വേറെ വിവാഹം കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഇനി അവളുടെ കൂടെ പുറത്താ മതി. സീന, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങള്. എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങി പോവാനാ പറഞ്ഞത്. പാടി ഇവിടെ. സീന, ഞാൻ പറയണൊന്ന് കേക്ക്. അവരെ ഒന്നും ചെയ്യരുത്, ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്. ശ്രദ്ധിക്കേ, മനസ്സിൽ അല്പം പോലും സ്നേഹമില്ലാത്ത ഈ ഭാര്യയ്ക്ക് വേണ്ടി എന്തിനാണ് നീ കണ്ടവന്റെയൊക്കെ തല്ലുകൊള്ളുന്നത്? വിടറാ.